ഗുഡ് മോർണിംഗ്. പ്രഗ്നൻസി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമോയെന്ന് പല ഷോർട്സിൻ്റെ ഇടയിൽ കമൻസ് ആയിട്ട് എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഒരാഴ്ച മുന്നേ വരെ രാവിലെ 7:30 എഴുന്നേറ്റുകൊണ്ടിരുന്ന ഞാനാണ് ഇപ്പോൾ ഏകദേശം എഴുന്നേക്കാൻ 8 മണിയാവും കേട്ടോ. ഇപ്പോൾ കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. പോരാഞ്ഞിട്ട് രാത്രിയുള്ള ആ ഒരു ഉറക്കം കൊണ്ട് ശരിയാവുന്നില്ലെന്നേ, ഈ തിരിഞ്ഞു മറിഞ്ഞൊക്കെയുള്ള ആ ഒരു കിടപ്പില്ലേ, അതുകൊണ്ട് തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞ് ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കുടം വെള്ളം എനിക്ക് അകത്തേക്ക് ചെല്ലണം. അത് നിർബന്ധമാണ്. പിന്നെ കോക്കനട്ട് വാട്ടർ ഉണ്ടെങ്കിൽ ഞാൻ അതും രാവിലെ കുടിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ബേബിയുടെ ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ അതൊന്നും ശരിയായിരിക്കില്ല, എന്നാലും എനിക്ക് കുടിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. ഈ ഇടയ്ക്ക് എനിക്ക് തുടങ്ങിയ വേറൊരു അസുഖം കേട്ടോ, എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുക എന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടേബിളും കാര്യങ്ങളൊക്കെ നീറ്റാക്കി വെക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ് ഇവിടെ. ഈ ഒരു പണി കഴിഞ്ഞ് ഒരു 5-10 മിനിറ്റ് ഞാൻ റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ അകമൊക്കെ ഒന്ന് തൂത്ത് വാരിയിടും. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും കഴിയുമ്പോൾ ടേബിൾ ഇങ്ങനെ നീറ്റാക്കി ഇടുന്നതും പിന്നെ ഈ തൂത്ത് വാരുന്നതും മാത്രമാണ് കേട്ടോ ഞാൻ കാര്യമായിട്ട് എൻ്റെ വീട്ടിൽ എടുക്കുന്ന പണിയെന്ന് പറയുന്നത്. പിന്നെ വല്ലപ്പോഴും കിച്ചണിൽ അമ്മേനെ സഹായിക്കേണ്ടി വന്നാൽ അപ്പോഴും ചെറുതായിട്ടൊന്ന് കയറും എന്നല്ലാതെ വേറെ കാര്യമായിട്ട് വലിയ വലിയ പണികളൊന്നും ഞാൻ എടുക്കാറില്ല. ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയാവും, 10 മണി 9:45 ആ ഒരു സമയമായിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് ലേറ്റായി. അപ്പോൾ ഈ സാധാരണ 9:30 ആകുന്ന സമയത്ത് എൻ്റെ കൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്യാറുണ്ടായിരുന്നു. ഇനി ഇത്തിരി വൈകിപ്പോയി. കൂളിംഗ് വെച്ചാൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ എണ്ണ തേച്ചിട്ടുള്ള കൂടി ഉണ്ടല്ലോ നമ്മുടെ ഈ പ്രഗ്നൻസി ടൈമിൽ മുന്നേ ചെയ്യുന്ന സംഭവമാണെന്ന് തോന്നുന്നു. ഞാനിപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ കണ്ടിട്ടുണ്ട്, ഏച്ചൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ കുഴമ്പും സംഭവമൊക്കെ തേച്ച് ഒഴുത്തിന് നേരം ഇരിക്കണം, ഒരു അരമണിക്കൂറെങ്കിലും ഇരുന്ന്. പിന്നെ നമ്മുടെ എന്തൊരു പൊടീൻ്റെ പേരെന്തായിരുന്നു, നവര ഒരു പൊടിയുണ്ട്, അത് തേച്ചിട്ട് കഴുകി കളഞ്ഞ് ആ എണ്ണയൊക്കെ തേച്ച് കഴുകിക്കളയാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു പ്രൊസീജിയറാണ് നെക്സ്റ്റ്. എനിക്ക് എൻ്റെ എന്താ പറയുക, ഡേയിൽ ഒരു ദിവസത്തിൽ കുറച്ചധികം സമയം പോകുന്നത് കുളിയിലാണ് ഇപ്പോൾ. ഇപ്പോൾ കുളിക്കാൻ കയറിയ പിന്നെ ഒരു ഇത്തിരി ടൈം എടുക്കുന്നുള്ളതാണ്. ഇനിയിപ്പോൾ കുളിച്ചിട്ട് വരാം. കുളിയൊക്കെ കഴിഞ്ഞു. കുളി കഴിഞ്ഞല്ലേ എന്തോ ഒരു ഭയങ്കര ഫ്രഷ്നെസ്സാണ്. സംഭവം ഇപ്പോൾ ഒരു അരമണിക്കൂറിന് 3/4 മണിക്കൂറിൻ്റെ മേലെ ആയിട്ടുണ്ടാവും ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് വാഷ്റൂമിൽ എണ്ണയൊക്കെ തേച്ചിട്ട്. പക്ഷേ അത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു എന്താ ആ ഒരു ഇതില്ലേ, ഫ്രഷ്നെസ് ഫീലിംഗ്, അത് ഭയങ്കര ഇതാണ്. കേട്ടില്ലേ എൻ്റെ മുഖത്തേക്കിലോ. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ 10-10:45. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഡെയിലി എന്താ ചെയ്യാറെന്ന് വെച്ചാൽ മുറ്റത്തേക്ക് ഇറങ്ങും, കുറച്ചൊന്ന് വെയിലുള്ളൂ, വിറ്റാമിൻ ഡി ഒക്കെ കിട്ടാൻ വേണ്ടി നോക്കാം. വെയിലുണ്ടെങ്കിൽ വെയിലത്ത് ഇറങ്ങാം. അതാണ് എൻ്റെ അടുത്ത പരിപാടി. നോക്കാം. ചിലർ പറയും 9 മണീൻ്റെ ഉള്ളിലുള്ള വെയിലിനാണ് വൈറ്റമിൻ ഡി ഉള്ളതെന്ന്. ചിലർ പറയും 10:30-ൻ്റെയും 11:30-ൻ്റെയും ഇടയിലുള്ള വെയിലിനാണ് വൈറ്റമിൻ ഡി ഉള്ളതെന്ന്. ഇതിലേതാ ശരിയെന്നൊന്നും അറിയില്ല. പക്ഷേ എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ടൈം എന്ന് പറയുന്നത് 10:30 to 11:30 ആണ്. അതുകൊണ്ട് വൈറ്റമിൻ ഡി ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ ആ സമയത്ത് ചെറുതായിട്ടൊന്ന് വെയിൽ കൊള്ളാൻ വേണ്ടി ഇറങ്ങാറുണ്ട്. പിന്നെ ഞാൻ ഈ വെയിലത്ത് വെച്ചേക്കുന്ന പ്രോപ്പർട്ടി എന്താണെന്നല്ലേ, ഇതെൻ്റെ ചേച്ചിയുടെ മോളുടെ, അതായത് ഞങ്ങളുടെ ഗൗരി മോളുടെ മൊസ്കിറ്റോ നെറ്റ് ബെഡാണ്. ഇത് പൊടിയൊന്നും കയറാതെ അമ്മ നല്ല വൃത്തിക്ക് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി, ഞാനല്ല അമ്മ തുടച്ച് വൃത്തിയാക്കി. ഇപ്പം ഞാൻ വെയിലത്തിട്ടൊന്ന് ജസ്റ്റ് ഉണക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ എണ്ണ തേച്ചിട്ട് ഞാൻ കുളിക്കാറാണ്. അപ്പോൾ അതിൻ്റെ എണ്ണ തീർന്നിട്ടുണ്ടായിരുന്നു, റീസ്റ്റോക്ക് ചെയ്യാൻ പോവാം. ഈ ഒരു എണ്ണയാണ് കേട്ടോ ഞാൻ തേക്കുന്ന, ധാന്വന്തരം സാധനം. ഇതും പിന്നെ എൻ്റെ കൂടെ അഡീഷണലായിട്ട് ഞാൻ എന്ത് ചെയ്തു, കസ്തൂരി മഞ്ഞൾ കൂടെ മേടിച്ചു. അല്ലല്ലേ, ഓൾറെഡി ഉണ്ടായിരുന്ന ചെറിയൊരു ബോട്ടിലുണ്ട്, അപ്പോൾ അത് പെട്ടെന്ന് തീർന്നു. അപ്പോൾ അതുകൊണ്ട് വേറെ മേടിക്കാൻ വിചാരിച്ചു. ഈ ഒരു സമയത്ത് കുഴമ്പും പൊടിയൊക്കെ തേച്ചിട്ടുള്ള കുളി കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ഒരു റിഫ്രഷ്മെൻ്റ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. എൻ്റെ 7 മന്തിലെ ഗ്രോത്ത് സ്കാൻ കഴിഞ്ഞതിന് ശേഷം ബേബിക്ക് ഒരു ഇച്ചിരി വെയിറ്റ് കൂടുതലായതുകൊണ്ട് ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു, മോളെ ഇനി അരിഭക്ഷണമൊന്നും കൂടുതൽ കഴിക്കണ്ട, പറ്റാവുന്നതിലധികം ഫ്രൂട്ട്സ് തന്നെ കഴിച്ചാൽ മതിയെന്ന്. അതുമാത്രമല്ല സ്വീറ്റ്നെസ് കൂടുതലുള്ള ഫ്രൂട്ട് അധികം കഴിക്കണ്ടെന്നും പുളിപ്പ് കുറച്ച് കൂടുതലുള്ള ഫ്രൂട്ട്സ് കഴിച്ചോ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെയും രാത്രിയും ഗോതമ്പിൻ്റെ വെറൈറ്റീസാണ് കേട്ടോ ഞാനിപ്പോൾ കഴിക്കാറ്. ഗോതമ്പിൻ്റെ പുട്ട്, ദോശ, ചപ്പാത്തി,
ദിവസം 2 നേരം ചപ്പാത്തി കഴിച്ച ദിവസങ്ങൾ വരെ എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടാവാറുണ്ട്. ആദ്യമൊക്കെ എനിക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ എനിക്കതൊരു ശീലമായി കേട്ടോ. ഡോക്ടർ തന്ന അഡ്വൈസ് വെച്ചിട്ട് ഒരു 1 വീക്ക് നന്നായി ഡയറ്റ് എടുത്ത് പിന്നെ ഒരു 1 വീക്ക് കഴിഞ്ഞ് ഷുഗർ ടെസ്റ്റ് എടുത്തിട്ട് ഡോക്ടർ തന്ന നമ്പറിലേക്ക് നമ്മുടെ റിപ്പോർട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാനായിരുന്നു അടുത്ത ഇൻസ്ട്രക്ഷൻ. പ്രഗ്നൻസിൻ്റെ തുടക്കത്തിൽ ആ ഒരു ആവേശത്തിൽ ഞാൻ റീഡിങ് ഒരു ഹാബിറ്റാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഇതിൻ്റെ ഇടയ്ക്കിൽ അതെവിടെയോ വെച്ച് അങ്ങ് നിന്നുപോയി. ആ ഒരു ഹാബിറ്റ് ഒന്നും കൂടെ പൊടിതട്ടി എടുക്കാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ ഞാനിപ്പോൾ. അല്ലെങ്കിലും മാധവിക്കുട്ടിയുടെ കൃതികളൊക്കെ വായിക്കാനേ ഒരു പ്രത്യേക രസം തന്നെയാണ്. അതിൻ്റെ ഇടയിലാണ് എൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് ആമസോണിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. പുറത്തുപോയി പർച്ചേസ് ചെയ്യാനുള്ള സന്ദർഭവും ആരോഗ്യവും സമയവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മെറ്റേണിറ്റി ഡ്രസ്സ് ആയാലും അതേപോലെ തന്നെ ബേബി പ്രൊഡക്ട്സ് ആയാലും എല്ലാം ആമസോണിൽ നിന്നായിട്ടായിരുന്നു പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും റിവ്യൂവും അതേപോലെ തന്നെ ബ്രാൻഡും എല്ലാം നോക്കി അത്യാവശ്യം ടൈം എടുത്തിട്ട് തന്നെയാണ് ഞാൻ ഓരോ പ്രൊഡക്റ്റും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇന്ന് എൻ്റെ കൈ കിട്ടിയ 2 പ്രൊഡക്റ്റാണ്, 2 ക്ലോത്ത് ഡയപ്പറും അതേപോലെ തന്നെ ഒരു ഡ്രൈ ഷീറ്റും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ അൺബോക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നുള്ള സുഖമുണ്ടല്ലോ, ഇപ്പോൾ വേറെ ഒന്നും അൺബോക്സ് ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടാറില്ലടോ. ഇതുവരെ വാങ്ങിച്ച പ്രൊഡക്ട്സൊക്കെ വെച്ച് നോക്കുമ്പോൾ ആമസോൺ എന്നെ ഇതുവരെ ചതിച്ചിട്ടില്ല എന്ന് വേണം പറയാം. എല്ലാം നല്ല ക്വാളിറ്റി തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈ ഒരു ഡ്രൈ ഷീറ്റ് ആയാലും അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ക്ലോത്ത് ഡയപ്പറില്ലേ, അത് രണ്ടും നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഉച്ചയ്ക്കൊരു 1:30 അതിൻ്റെ ഉള്ളിലാകുമ്പോഴേക്കും എനിക്ക് എൻ്റെ വിശപ്പിൻ്റെ വിളി അങ്ങോട്ട് വരും. ഇപ്പോൾ ഒരു ദിവസത്തിൽ അരിഭക്ഷണം എന്ന് പറയാൻ ഞാൻ ഈ ഒരു ചോറ് മാത്രമേ കഴിക്കുന്നുള്ളൂ ഉച്ചയ്ക്ക്. അതുകൊണ്ട് ചോറിനൊക്കെ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. വെറുതെ ഒരു ചമ്മന്തിയും ചോറും തന്നാൽ പോലും അതിന് ഭയങ്കര ടേസ്റ്റാണ് ഇപ്പോൾ എനിക്ക്. ഇന്നത്തെ ലഞ്ചിന് പയറുപ്പേരിയും കടലയും സാമ്പാറും മുളേഷനും നത്തലും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തായി പറയുന്നത്? മുളേഷന് ഈ മീൻ വറ്റിച്ചതെന്നോ മീൻ മുളകിലിട്ടതെന്നോ അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ നത്തൽ അതിനും വേറെ എന്തൊക്കെയോ പല ജില്ലകളിലോ പല സ്ഥലങ്ങളിലായിട്ട് പല പല പേരുകളായിരിക്കും എന്ന് ഞാൻ ഓരോരോ പേരുകൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. വീട്ടിലെല്ലാവരും ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാറ്. എനിക്കും അങ്ങനെ തന്നെയാണ് ഇഷ്ടം. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ സംസാരിക്കുക ചെയ്ത് ഫുഡ് കഴിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു രസം തന്നെയാണ്. ഫുഡൊക്കെ കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വൈറ്റമിൻ ടാബ്ലറ്റ് കുടിക്കാനുള്ള സമയമായി. വൈറ്റമിൻ ടാബ്ലറ്റ് ഉച്ചയ്ക്കും അയൺ ടാബ്ലറ്റ് രാത്രിയും, അങ്ങനെ 2 ഗുളിക മാത്രമേ എനിക്കിപ്പോൾ കറൻ്റ്ലി കുടിക്കാനായിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ചെക്കപ്പിന് പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞിരുന്നു ഒരു ദിവസം 1 മണിക്കൂറൊക്കെ വെച്ച് നടന്നോളാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ബ്രേക്ക് എടുത്ത് ഇൻ്റർവെല്ലായിട്ടാണ് കേട്ടോ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ലഞ്ച് കഴിഞ്ഞാലും ഡിന്നർ കഴിഞ്ഞാലും ഒക്കെ 10 മിനിറ്റ് സമയം വെച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഒന്ന് നടക്കും. ഇനിയിപ്പോൾ എന്തായാലും കുറച്ചും കൂടെ ആക്റ്റീവായിട്ടൊക്കെ ഇരിക്കേണ്ട സമയമായല്ലോ. 1.5 മാസം കൂടെ കഴിഞ്ഞാൽ ആളിങ്ങോട്ട് എത്തുമല്ലോ. വലിയ സുഖമുള്ള പരിപാടി അല്ലെങ്കിലും അങ്ങ് നടക്കന്നെ, അല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ. ഉച്ചയ്ക്ക് സാധാരണ ഞാൻ ഉറങ്ങാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറങ്ങാറില്ല. അല്ല, ഉറങ്ങാറുണ്ടോ എന്ന് വെച്ചാൽ ചെറുതായിട്ടൊക്കെ ഉറങ്ങും. പക്ഷേ വിശ്രമിക്കുന്ന ടൈമും കൂടെയാണ് കേട്ടോ എൻ്റെ ഇത്. അല്ലെങ്കിൽ എന്താ ഭയങ്കര പണിയാണെന്ന് എൻ്റെ വിചാരില്ലേ. പണിയൊന്നുമില്ല, എന്നാലും ഫുഡ് കഴിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്നത് എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് കിടക്കും. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച എൻ്റെ ബുക്കില്ലേ, ആ ബുക്കെടുത്ത് കുറച്ച് വായിക്കും. ഉറക്കം വന്നാൽ ചിലപ്പോൾ ഞാൻ ഉറങ്ങും. അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്സോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യും. അതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന പരിപാടി ഉച്ചയ്ക്ക്. എന്തായാലും കുറച്ചൊന്ന് കിടക്കാം ഫസ്റ്റ്. അങ്ങനെ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേച്ച് വരുന്നൊരു വരവാണ് കേട്ടോ ഇത്. അത്ര നേരമൊന്നുമില്ല, മാക്സിമം പോയ ഒരു അരമണിക്കൂർ. വൈകുന്നേരം ആവുന്നത് വരെ എനിക്കങ്ങനെ കാര്യമായിട്ട് വിശപ്പിൻ്റെ വിളികളൊന്നും വരാറില്ല. പക്ഷേ ഒരു 5 മണിയൊക്കെ അങ്ങോട്ട് ആയി തുടങ്ങിയാലുണ്ടല്ലോ എനിക്ക് എന്ത് കഴിച്ചാലും മതിയാവാത്തൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഞാനൊരു സാധനം ഉണ്ടാക്കാൻ വിചാരിച്ചു. തിരുളട. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നത്? ഈ ഗോതമ്പിൻ്റെ ദോശയില്ലേ, ഗോതമ്പിൻ്റെ ദോശയിൽ കുറച്ച് തേങ്ങയും അതേപോലെ തന്നെ വെല്ലം തന്നെയല്ലേ നിങ്ങൾ പറയുന്നത്? അതും ചിരവി ഇട്ടിട്ട് ഇങ്ങനെ മടക്കി വെച്ച് ഉണ്ടാക്കുന്നൊരു സാധനമാണ് തിരുളട. അവിടെ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ കംപ്ലീറ്റ് ഷുഗർ കട്ടിലാണെങ്കിലും ഈ വെല്ലം എന്ന് പറയുന്ന സാധനം നമ്മുടെ ആരോഗ്യത്തിന് അത്രയ്ക്ക് അങ്ങോട്ട് ഹാനികരമല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഈ ചായ, കാപ്പി, ചോക്ലേറ്റ്സ് ഇങ്ങനത്തെ സാധനമൊക്കെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ രാവിലെ ഒരു ചായ, സന്ധ്യക്കൊരു കട്ടൻ എന്നിങ്ങനെ മാറി മാറി കുടിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. കാരണം ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കുടിക്കാൻ. സാരല്ല, ആളിങ്ങോട്ട് വന്നതിന് ശേഷം ഇനിയിപ്പോൾ എത്ര വേണമെങ്കിലും കുടിക്കാമല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ വെല്ലം. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്താണ് പറയുന്നത്? വെല്ലം തന്നെയാണോ?
എനിക്ക് വീറ്റ് ഐറ്റംസൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അതായത് ഈ ഗോതമ്പിൻ്റെ ദോശ, ചപ്പാത്തി, പുട്ട് അങ്ങനെ ഗോതമ്പിനെ കൊണ്ടുണ്ടാക്കുന്ന എല്ലാം അത്യാവശ്യം ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? അരി ഭക്ഷണം പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്ന് ഡോക്ടർ പറഞ്ഞ സമയത്ത് ഈ ഗോതമ്പും കൂടെ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഇതിലിപ്പോൾ ടി വി കാണുന്നതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾ കുറേ ഫ്രെയിംസ് ആയിരിക്കുമല്ലേ കാണുന്നുണ്ടാവുക. നോക്കണ്ട, ഇതിലധികവും ഞാൻ തന്നെയായിരിക്കും ഉണ്ടാവുക. ബിക്കോസ് എൻ്റെ കല്യാണത്തിന് എനിക്ക് അധികം ഫ്രെയിംസ് ആയിരുന്നു ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിലെൻ്റെ കല്യാണ ഫോട്ടോയും സേവ് ദി ഡേറ്റിൻ്റെ ഫോട്ടോയും അതേപോലെ ഹൽദീൻ്റെ ഫോട്ടോയും അങ്ങനെ കുറച്ചധികം ഫോട്ടോസൊക്കെ കാണാം. അത് അച്ചമ്മയും അച്ചച്ചനും അമ്മയുടെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും 2 പേരുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഫ്രെയിം എനിക്ക് സ്പെഷ്യലാണ്. മുന്നേ ഞാനൊരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കുട്ടികൾ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നെയാണിത്. അമ്പിളി ടീച്ചറും കുട്ടികളും. അതാണ് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഫ്രെയിം എന്ന് പറയുന്നത്. ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിനെ ഫുള്ളായിട്ട് കാണാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് ഈ സോഫയിൽ വന്നിരിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും ഈ ഫ്രെയിംസൊക്കെ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട്. അച്ഛനും അമ്മയും ഇന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പുളിയുള്ള ഫ്രൂട്ട്സാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഈ ഒരു സ്ട്രോബെറി. പിന്നെ എനിക്കും അതേപോലെ തന്നെ ഗൗരിക്കും ചേച്ചിയുടെ മോളിലെ അവൾക്കും സ്ട്രോബെറി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടുന്ന് മാക്ക് നടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് എൻ്റെ അനിയത്തി. എനിക്ക് അത്യാവശ്യം സപ്പോർട്ടീവായിട്ട് വീഡിയോ ഒക്കെ എടുത്തിരുന്ന ആൾ തന്നെയാണ് കേട്ടോ ഇവള്. പിന്നെ ഇപ്പം എനിക്ക് ചോക്ലേറ്റ്സ് ഒന്നും കഴിക്കാൻ പറ്റില്ല എന്നറിഞ്ഞാലും ഇന്നെ വേണോ എന്ന് ചോദിച്ച് എന്നെ പ്രകോപിപ്പിക്കുന്ന ആളും ഇവൾ തന്നെയാണ്. പുറത്ത് പോയി വന്ന സമയത്ത് അച്ഛനും അമ്മയും കുറച്ച് ഫ്രൂട്ട്സും അതേപോലെ തന്നെ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 2 പേരും വിചാരിച്ചു ഇതൊക്കെ ഒന്ന് റീസ്റ്റോക്ക് ചെയ്ത് അടുക്കി പെറുക്കി പാത്രങ്ങളിലാക്കി വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് വെക്കാമെന്ന്. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ ചെറിയ ചെറിയ ഉപകാരങ്ങളല്ലേ പറ്റത്തുള്ളൂ. എനിക്ക് ഓറഞ്ച് ഇഷ്ടമായതുകൊണ്ട് ഓറഞ്ചാണ് ഫ്രൂട്ട്സിൻ്റെ കാറ്റഗറിയിൽ മെയിനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ എനിക്ക് കുക്കുംബറും ക്യാരറ്റും കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ അച്ഛനും അതേപോലെ തന്നെയാണ്. കുക്കുംബറും ക്യാരറ്റും ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. പിന്നെ ഞാൻ പറഞ്ഞ് വാങ്ങിപ്പിച്ചൊരു ഐറ്റമായിരുന്നു പൊട്ടറ്റോ. ഈ പൊടിപ്പ് വന്ന ഉരുളക്കിഴങ്ങ് കഴിക്കാൻ പാടില്ല ഈ സമയത്ത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് അതിൽ വിഷമുണ്ടെന്നോ അങ്ങനെ കഴിക്കാൻ പാടില്ല എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊടിപ്പില്ലാത്ത ഉരുളക്കിഴങ്ങ് നോക്കി വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് അതും കൂടെ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മോസ്റ്റ് ഓഫ് ദി ടൈം ഞാൻ ഈ ചപ്പാത്തി തിന്ന് ജീവിക്കുന്നത് കൊണ്ടേ എനിക്ക് ചപ്പാത്തിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങിൻ്റെ കറി കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് അങ്ങനത്തെ നല്ല കുറച്ച് ഉരുളക്കിഴങ്ങ് കൂടെ വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായി. ഒരു 8:39 ഉള്ളിൽ ഞാൻ എൻ്റെ ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിക്കാറുണ്ട്. ഡിന്നറിന് എന്താണെന്ന് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ചപ്പാത്തി. ഡിന്നറിന് ഞാൻ എപ്പോഴും ചപ്പാത്തി തന്നെയാണ് കേട്ടോ കഴിക്കാറ്. അത് ഞാൻ വെറൈറ്റി ആയിട്ട് മാറ്റിയൊന്നും പിടിക്കാറില്ല. രാത്രി എനിക്ക് ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് ചപ്പാത്തി പൊതുവേ ഇഷ്ടമാണ്. അതുകൊണ്ട് തിന്നാൻ അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. ഏകദേശം ഒരു 8 മണിയോട് അടുപ്പിച്ച് നമ്മൾ ഈ റീസ്റ്റോക്കിംഗ് പരിപാടിയൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതൊക്കെ അതാത് സ്ഥലത്ത് എത്തിച്ചതിന് ശേഷമാണ് നമ്മൾ ഡിന്നർ പരിപാടിയിലേക്ക് അടുത്തത് കടന്നത്. അനിയത്തി ഇപ്പോൾ PG ഒക്കെ കഴിഞ്ഞ് PSC കോച്ചിങ്ങിന് ഇരിട്ടിയിലൊരു ഫേമസ് ആയിട്ടുള്ളൊരു സെൻറ്ററില്ലേ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവൾ ശരിക്കും എന്നെപ്പോലെ ഒന്നല്ല, അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. എനിക്കങ്ങനെയല്ല. ഞാൻ എന്തെങ്കിലും എക്സാം വന്നു കഴിഞ്ഞാൽ തലേ ദിവസം ഇരുന്ന് പഠിച്ച് എക്സാം എഴുതി നന്നായിട്ട് മാർക്ക് വാങ്ങുന്ന ആളാണ്. ഇവൾ നേരെ തിരിച്ചാണ്. ഡെയിലി നന്നായിട്ട് പഠിക്കും, എന്നിട്ടോ എൻ്റെ അതേ സെയിം മാർക്കും മേടിക്കും. അങ്ങനത്തെ ഒരു കൂട്ടത്തിലാണ് കേട്ടോ. എന്നാലും നല്ല കുട്ടിയാ. രാത്രി ചപ്പാത്തി എനിക്ക് മാത്രമേ വേണ്ടി വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെയായിരിക്കും എൻ്റെ ചപ്പാത്തി ഉണ്ടാക്കാറ്. വേറെ കാര്യമായിട്ടുള്ള പണിയൊന്നും എടുക്കാത്തതുകൊണ്ട് തന്നെ ഈ ചപ്പാത്തി ചുടലും അങ്ങനെ വലിയൊരു പണിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുമില്ല. രാവിലെ കടലയോ പയറോ അങ്ങനെ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ അത് കുറച്ച് രാത്രിത്തേക്കും കൂടെ മാറ്റി വെച്ചിട്ട് ഞാൻ രാത്രിക്കും സെയിം കറി തന്നെയാണ് കേട്ടോ കൂട്ടാറുള്ളത്. ഇന്ന് കുറച്ച് കപ്പപ്പുഴുക്കും കൂടെ ഉണ്ടായിരുന്നു. കപ്പപ്പുഴുക്കും കടലക്കറിയും ചപ്പാത്തിയും നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? കപ്പപ്പുഴുക്കും ചെറുതായിട്ട് ഷുഗറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല, ഇങ്ങനെ റാൻഡമായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലാന്ന് തോന്നുന്നു. ബാക്കി എല്ലാ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്തതല്ലേ. അപ്പോൾ പിന്നെ ഇത് ഭയങ്കര വലിയ പ്രശ്നമായിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു കൊതി തോന്നുമ്പോൾ ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ വല്ലപ്പോഴൊക്കെ കഴിക്കുന്നതൊക്കെ നല്ലതാണ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊന്ന് നടക്കും. ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് അയൺ ടാബ്ലറ്റ് കുടിക്കേണ്ടത് രാത്രിയാണ്. അതും എടുത്ത് സാധാരണ പിന്നെ കിടന്നുറങ്ങാറാണ് ചെയ്യാറ്. എനിക്കിപ്പോൾ നടക്കാൻ ഒരു ദിവസം 1 മണിക്കൂറൊക്കെ നടന്നോന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോ ഇൻ്റർവെല്ലായിട്ട് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഓരോ ഫുഡ് കഴിഞ്ഞ് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ ഒരു 10 മിനിറ്റ് വെച്ച് നടക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് റൂട്ടീൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് കാണിച്ചത് ഞാൻ ഡെയിലി എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. പക്ഷേ എന്താ പറയുക, കഴിക്കുന്ന ഫുഡും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെന്താ,
പത്രികകൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അതായത് ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ്, പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും, അത്രയൊക്കെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ഇനി എന്തായാലും അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയിൽ കാണാം. ബൈ.